الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وإن يستغيثوا يغاثوا بماء كالمهل يشفي الوجوه بئس الشراب وساءت مرتفقا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിയുന്ന പരമാവധി പുലർത്തിയും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ പരിപൂർണാർത്ഥത്തിൽ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ കിട്ടി സ്വർഗം പുൽകുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ എപ്പോഴത്തെയും ചർച്ച. നിലവിൽ 2 പേർ കണ്ടുമുട്ടിയാൽ നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം ചൂടുമായി ബന്ധപ്പെട്ടാണ്. എന്തൊരു ചൂടാണല്ലേ! ഉറക്കം വരുന്നില്ല, വെള്ളം എത്ര കുടിച്ചിട്ടും മതിയാകുന്നില്ല, വല്ലാത്ത പ്രയാസമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചൂടുമായി ബന്ധപ്പെട്ടാണ് സംസാരം. താപനില പതിവിൽ കൂടുതലൊന്നും ഉയർന്നപ്പോഴേക്കും പല ആളുകൾക്കും സൂര്യാഘാതം മുതൽ മരണം വരെ സംഭവിച്ച വാർത്തകളാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നാം കേട്ടത്. ഭൗതികപരമായി ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ചില കാരണങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വനനശീകരണവും അതേപോലെ തന്നെ കെട്ടിടങ്ങളുടെ ആധിക്യവും വാഹനങ്ങളുടെ പെരുപ്പവും ഒക്കെ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുണ്ടാവും. ഇങ്ങനെ ആകാനുള്ള കാരണങ്ങൾ എന്തോ ആകട്ടെ, ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാഠമുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല എന്നതാണ് സത്യം. ഇപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു വിഷയം ശരിക്കും മനസ്സിലാവുകയുള്ളൂ. ചൂടിന്റെ എല്ലാവിധ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ശരിക്കും ബോധ്യപ്പെട്ട വിശിഷ്യ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കാണ് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക.
സുഹൃത്തുക്കളെ, ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ചൂട്. നമ്മൾ ഇന്ന് ചൂടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രയാസങ്ങൾ പറയാനുണ്ടോ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വരുന്ന ചൂടിനെ അഭിമുഖീകരിക്കേണ്ട ചില ഘട്ടങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാനുണ്ട്. ഒന്നെന്താണെന്നറിയോ? ഒന്ന് ഖബറാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആറ്റിക്കുറുക്കിയ ചോദ്യങ്ങളായിരിക്കും. ആ ചോദ്യങ്ങൾക്ക് ആ മനുഷ്യനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഫയുനാദി മുനാദിൻ മിനസ് സമാ, ആകാശ ലോകത്ത് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅഫ്രിശൂഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് ആ മനുഷ്യനിക്ക് വിരിച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വസ്ത്രം അദ്ദേഹത്തെ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്ക് ഒരു വാതിൽ അങ്ങ് അവനക്ക് തുറന്നു കൊടുക്കുകയെന്ന്. ഫയഅതീഹി മിൻ ഹരിഹാ വസബൂഹിഹാ, ആ നരകത്തിന്റെ ശക്തമായ ചൂടായിരിക്കും പിന്നെ ആ മനുഷ്യൻക്ക് ഖബറിലേക്ക് വരിക എന്നതാണ്. സുഹൃത്തുക്കളെ, ഖബറിലാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചൂടിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖബറിൽ ഇതിനേക്കാൾ ശക്തമായ ചൂട് അനുഭവിക്കരുത് എന്ന് നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ എന്താണ് മാർഗം? എന്തൊക്കെയാണോ മാർഗങ്ങൾ അത് ഇവിടെ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. അവിടെ നമുക്ക് ചൂടിനെ ക്രമീകരിക്കുവാനോ അതിനെ തണുപ്പിക്കുവാനുള്ള യാതൊരുവിധ മെഷീനറീസും കൊണ്ടുപോകാൻ കഴിയില്ല. അവിടെ ഒരു എസിക്കും സ്ഥാനമില്ല, അവിടെ ഒരു കൂളറിനും സ്ഥാനമില്ല, മറ്റ് ആധുനിക സംവിധാനങ്ങളൊന്നും ഖബറിൽ നമുക്ക് കൂട്ടിനില്ല. ഖബറിൽ നമ്മുടെ ആ ചൂടിനെ തണുപ്പിക്കുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങളും വിശ്വാസങ്ങളുമാണെന്ന് പറയുമ്പോൾ ഖബറിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തെ, അതിനുള്ള പണികൾ തുടങ്ങണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ചൂട് എവിടെയെന്നറിയാം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക? അത് മഹ്ശറയിലെത്തുമ്പോഴാണ്. ഇന്നിപ്പോ എന്താണ് ചൂടുണ്ടാകാനുള്ള കാരണം? നമ്മൾ പറയും സൂര്യനാണ്, അല്ലെ? ഇന്ന് എവിടെയാണ് സൂര്യൻ നിൽക്കുന്നത്? 149 മില്യൺ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് നിലവിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. എത്രയോ അകലെയുള്ള സൂര്യന്റെ ചൂട് നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല സുഹൃത്തെ. അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ആ ഒരു വലിയ സൂര്യൻ ഉണ്ടല്ലോ, ആ വലിപ്പം ഒന്നും കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ലാത്തതാണ് ലോകത്തിന്റെ അറ്റം എന്ന് പറയുന്നത്. ഭൂമി എല്ലാം നമ്മൾ സഞ്ചരിച്ചു. ഈ നോക്കത്താ ദൂരത്തേക്ക് പ്രവിശാലമായി കിടക്കുന്ന ഭൂമിയെ ഒന്നല്ല രണ്ടല്ല 13 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയി വെക്കാൻ മാത്രം വിസ്തീർണമുള്ളതാണ് സൂര്യൻ. സിറാജൻ വഹാജ, കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വിളക്ക് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂര്യനെ കുറിച്ച് പറഞ്ഞത്. ആ സൂര്യനാണ് അടുപ്പിക്കുന്നത്. ആ സൂര്യൻ അടുപ്പിക്കപ്പെടും ആരിലേക്ക്? എവിടേക്ക്? തുദ്ന ശംസു യൗമൽ ഖിയാമ. ഇത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന സൂര്യനെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുപ്പിക്കും. മിനൽ ഖൽഖി, അവന്റെ സൃഷ്ടികൾ അടുക്കിലേക്ക് കൊണ്ടുവരും. എത്രത്തോളം അടുപ്പിക്കും? ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലി, ഒരു മീലിന്റെ ദൂരത്തേക്ക്. അത് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നുണ്ട്, സ്വഹാബി പറയുന്നുണ്ട്, ഫവല്ലാഹി മാ അദ്രി മാ യഅനി ബിൽ മീൽ. ഈ മീല് കൊണ്ട് പ്രവാചകൻ എന്താ ഉദ്ദേശം കൃത്യമായി കൊണ്ട് എനിക്കറിയില്ല. ഒരു പക്ഷേ 2 ചാൻസാണ് അദ്ദേഹം പറഞ്ഞത്. മുസാഫത്തുൽ അർള്, അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ കണക്ക് നമ്മൾ പറയും, ഒരു മെയിൽ എന്നൊക്കെ പറയില്ല, 1.5 കിലോമീറ്റർ. ഒരു വ്യാഖ്യാനം അതാണ്. അല്ലെങ്കിൽ അവർ പറഞ്ഞത് അൽ മീലില്ലതി തുഖ്തഹലു ബിഹിൽ ഐൻ, ഞങ്ങൾ കണ്ണിന് സുറുമക്കിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോലുണ്ട്, ഒരു ചെറിയൊരു കോല്, ഇങ്ങനെ 2 വിരലോട് പിടിക്കാൻ പറ്റുന്ന കോല്. അതിന്റെ അത്രയും ഗ്യാപ്പിലേക്ക് സൂര്യനെ അടുപ്പിക്കുമെന്നാണ്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഒരു മൈൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 1.5 കിലോമീറ്റർ വരുള്ളൂ. അത്ര ഗ്യാപ്പിലേക്ക് ആ സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുപ്പിക്കും, അല്ലെ? പുറത്തൊന്ന് ഇറങ്ങി, ഇപ്പൊ ഭയങ്കര ഏസിയാണ്, പുറത്തേക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു 5 മിനിറ്റ് വെയിൽ കൊള്ളുമ്പോഴേക്കും ശരീരം മൊത്തം വേർത്തൊലിച്ചു, ആകെ അസ്വസ്ഥരായി. 1-2 തവണയൊക്കെയാണ് പലപ്പോഴും നമ്മൾ കുളിക്കുന്നത്, അല്ലെ? എന്തോ ഒരു അസ്വസ്ഥത അലിച്ചു, വേർപ്പ് പൊടിഞ്ഞാലുള്ള അസ്വസ്ഥത നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓരോ ആളുകളും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം മിനൽ അർഖ്, അവരുടെ തിന്മകൾക്കനുസരിച്ച് അവരിങ്ങനെ വേർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഫമിൻഹും മയ്യകൂനു ഇലാ കഅബൈ, നെരിയാണി വരേക്കും വേർപ്പിൽ മുങ്ങുന്ന ആളുകൾ ഉണ്ടാകും. വമിൻഹും മയ്യകൂനു ഇലാ റുക്ബതൈ,
തൻ്റെ മുട്ടുംകാല് വരേക്ക് വേർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകളുണ്ടാവും, അരവരെ നിൽക്കുന്നവരുണ്ടാവും. മറ്റു ചില ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചില ആളുകൾക്ക് അവരങ്ങോട്ട് മൊത്തം ലോക്കാക്കിയതുപോലെ, ബന്ധനസ്ഥനാക്കിയതുപോലെ വേർപ്പ് അവനെ മാറ്റിക്കളയുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വായ വരെ അത് പറയുമ്പോൾ ആക്ഷൻ കൊണ്ട് കാണിച്ചു എന്നതാണ്. വായ വരെ സ്വന്തം വിയർപ്പിൽ, സ്വന്തം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വിയർപ്പിൽ ആ മനുഷ്യൻ മുങ്ങി നിൽക്കുമാറുള്ള ചൂട് നാളെ പരലോകത്ത് വരാനുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുഹൃത്തെ, ആ ചൂടിനെയും തണുപ്പിക്കാൻ ഒന്നുമില്ല. ഒരിറ്റ തണല് പോലും അവിടെയില്ല, ഒരു മരം പോലും അവിടെയില്ല. മഹ്ശറ വൻസഭയിൽ അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഒരു പൊട്ട് തണൽ പോലും അവിടെ ലഭിക്കൂല. പക്ഷെ അള്ളാഹിന്റെ റസൂല് പറയാണ്, ചില ഭാഗ്യവാന്മാരുണ്ട്, ചില മഹാഭാഗ്യവാന്മാരുണ്ട്. 7 വിഭാഗം ആളുകൾ, അവർക്ക് അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലിട്ട് കൊടുക്കുന്നു. സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാഹു ഇട്ട് കൊടുക്കുന്ന തണലല്ലാത്ത മറ്റൊരു തണലും ലഭിക്കാത്ത മഹ്ശറ വൻസഭയിൽ സുഹൃത്തെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുമ്പോഴൊന്നൊരു തണല് കിട്ടാനില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയിലെ ഏറ്റവും വലിപ്പമുള്ള അർശിന്റെ തണൽ ഈ 7 വിഭാഗം ആളുകൾക്ക് കൊടുക്കുമെന്ന. ഏതാ ഒന്നാമത്തെ ടീം? അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. സുഹൃത്തുക്കളെ, ഭരണം എന്നുള്ളത് ഒരു അലങ്കാരമല്ല, അതൊരു വലിയ ഒരു അമാനത്താണെന്ന ബോധമാണ്. അത് കേവലം രാജാക്കന്മാർക്ക് മാത്രം പറഞ്ഞ കാര്യമില്ല. അൽ ഇമാമുൽ ആദിൽ എന്ന് പറഞ്ഞാൽ, നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മാത്രമല്ല, വീടിനൊരു ഭരണാധികാരിയുണ്ട്, സ്ഥാപനത്തിന് ഭരണാധികാരിയുണ്ട്. എവിടൊക്കെയാണോ നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു ഭരണാധികാരം ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ളത്, അത് നീതിയോടുകൂടെ, മക്കൾക്കിടയിൽ പോലും നീതി അത് ഉണ്ടാകണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ വീട്ടിന്റെ അകത്ത് പോലും നീതിയോടുകൂടെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന കുടുംബനാഥയുണ്ടോ പ്രിയപ്പെട്ടവരെ, അവരെ കാത്തിരിക്കുന്നു ആ തണലെന്ന. രണ്ടാമത്തെ വിഭാഗം ആരാന്നറിയോ? റഹ്മാനായ റബ്ബിനെ അവൻ പറഞ്ഞതുപോലെ ഇബാദത്തൊക്കെ ചെയ്ത് യുവത്വത്തെ, അവന്റെ ആ യുവത്വം ഉണ്ടല്ലോ, അതിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബാബക ഖബല ഹറമിക്, നിനക്കൊരു വാർദ്ധക്യം വരാനുണ്ട്, അതിനു മുൻപ് നിനക്ക് കിട്ടിയ ഈ ഒരു നല്ലൊരു കാലം ഉണ്ടല്ലോ, യുവത്വം, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉഷാറായിക്കൊണ്ട് നീ ചെലവഴിച്ചോന്ന് പറഞ്ഞില്ലേ. ചെറുപ്പം മുതൽ സുഹൃത്തുക്കളെ, കേവലം ആസ്വാദനങ്ങൾക്ക് വേണ്ടിയല്ല, അടിച്ചുപൊളിയുടെ പിന്നാലെ പോയി തൊലച്ചു കളഞ്ഞവർക്കല്ല നാളെ പരലോകത്ത് ആ തണൽ ലഭിക്കുന്നത് എന്നതാണ്. ഏറ്റവും നല്ലൊരു പ്രായത്തെ അള്ളാഹുവിന് അനുസൃതമായി അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന രൂപത്തിൽ ഇബാദത്തുകളാൽ നിബിഡമാക്കിയ യുവാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തണൽ വിരിച്ചു കൊടുക്കുമെന്ന. മൂന്നാമത്തെ വിഭാഗം വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. മൂന്നാമത്തെ ടീമാരാ? ഹൃദയത്തെ പള്ളിയുമായി കോർത്തിട്ട മനുഷ്യൻ. ആരാധനകളുമായി ബന്ധപ്പെട്ട്, അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെ, നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരല്ലേ, അത് നമ്മുടെ പള്ളിയോടുമാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും പള്ളിയുമായി കണക്റ്റഡ് ആയിരിക്കണം. ഏതൊരു യാത്ര പോകുമ്പോഴും തൻ്റെ യാത്രക്കിടയിൽ നിസ്കാരം പോലും ഒരു പള്ളിയിൽ അത് വെച്ച് നടത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് പള്ളിയുമായി ഹൃദയത്തെ ബന്ധപ്പെടുത്തിയ ആളുകൾ, അതിൻ്റെ എന്തെങ്കിലും ഒരു പിരിവുണ്ടെന്ന് പറയുമ്പോൾ അതിന് സഹായകമായി എന്തൊരു കാര്യമുണ്ടെങ്കിലും അതിന് നമ്മൾ മുൻപിൽ നിൽക്കുന്നുണ്ടോ, അർശിന്റെ തണൽ നമുക്ക് ലഭിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ വിഭാഗം ആരാന്നറിയോ? വറജുലാനി തഹാബാ ഫില്ലാ ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിന് വേണ്ടി മാത്രം ഒരുമിച്ച് കൂടി 2 ടീം, അല്ലെ, 2 ആളുകൾ. അവർക്കിടയിലുള്ള ബന്ധത്തിനുള്ള കാരണം മറ്റൊന്റെ അടുത്തുള്ള ഭൗതിക വിഭവങ്ങളല്ല. എന്തെങ്കിലും തനിക്ക് ഒരു ആവശ്യം വരുമ്പോ അവൻ സഹായിക്കാൻ ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ല. അവരെ കൂട്ടിണക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച ആൾ, പരസ്പരം ഉപദേശങ്ങൾ നൽകിയും പരസ്പരം നിർദ്ദേശങ്ങൾ കൊടുത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട 2 മനുഷ്യന്മാർ ആ അവസ്ഥയിലായിരിക്കെ തന്നെ അവർ വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ്. അഞ്ചാമത്തെ വിഭാഗം വറജുലുൻ തലബത്തുൻ റഅത്തുൻ ദാതു മൻസുബിൻ വജമാലിൻ. നല്ല ഉന്നത കുലജാതിയിൽപ്പെട്ട നല്ല സൗന്ദര്യവതിയായ ഒരു സ്ത്രീ തന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാളെ ക്ഷണിച്ചു. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്,
ഇത് കാണാൻ വേറെ ആരില്ല എന്നുണ്ടെങ്കിലും, എൻ്റെ പരിചയമുള്ള ഒരാൾ ഇവിടെ ഇല്ല എങ്കിലും, ഞാൻ വിദേശത്താണെങ്കിലും ഞാൻ സ്വദേശത്താണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഹറാമിന്റെ മുറ്റത്ത് വെച്ച് അതിൻ്റെ മുൻപിൽ വെച്ച് തിരിഞ്ഞോടിയ ആള്. സുഹൃത്തെ, അതൊരു പെണ്ണ് ഡയറക്റ്റ്ലി വന്ന് വിളിക്കണം എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളിലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കയറി പലതും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ മാടി നമ്മളെ പല ഹറാമിലേക്കും വിളിക്കുമ്പോ പറയാൻ നമുക്ക് കഴിയണം. രഹസ്യ ജീവിതത്തിൽ ജീവിത വിശുദ്ധി കൊണ്ട് നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആരാരും കാണുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബിനെ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ കാലടറി വീണാൽ എനിക്ക് നഷ്ടപ്പെടുന്നത് പരലോകത്തിലെ അർശിന്റെ തണലാണ്. ഞാൻ ഇവിടെ പിടിച്ചു നിന്നാൽ, തഖ്വ ഞാൻ മുറുകെ പിടിച്ചാൽ എനിക്ക് നാളെ ലഭിക്കുന്നത് അർശിന്റെ തണലാണെന്ന് കരുതി ആ ഒരു രംഗത്ത് തഖ്വ, ജീവിത വിശുദ്ധി പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ മനുഷ്യൻ ഉള്ളതാണെന്നാണ് അഞ്ചാമതായി കൊണ്ട് പറഞ്ഞത്. ആറാമത്തെ ടീം ആരാന്നറിയോ? വറജുലുൻ തസദ്ദഖ തന്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാതെ സ്വതക്കയെ ഗോപ്യമാക്കിയവൻ. അല്ലെ, എന്തെങ്കിലും 10 ഉറുപ്പ്യ കൊടുക്കണ്ടെങ്കിൽ 100 ഉറുപ്പ്യയുടെ പബ്ലിസിറ്റി ചെലവഴിച്ച് 10 ഉറുപ്പ്യ കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. എന്തെങ്കിലും 4 ആളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 4 ആളുകൾക്കിടയിൽ അവൻ ചെയ്ത സഹായം എടുത്തു പറഞ്ഞ മനുഷ്യന്റെ മനസ്സിനെ ദ്രോഹിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ആരാരും കാണാതെ സ്വതക്കക്കുള്ള കൂലി ഇൻഷാ അല്ലാഹ് അല്ലാഹു അർശിന്റെ തണലായി ആ വെയിലത്ത് എനിക്ക് തണൽ വിരിക്കുമെന്ന് അതിനു വേണ്ടി സ്വതക്കകൾ ഇൻവെസ്റ്റ്മെന്റ് ആയി കൊണ്ടു നടത്ത ആളുകൾക്കും അത് ലഭിക്കുമെന്നാണ്. ഏഴാമത്തെ ഭാഗ്യവാൻ ആരാന്നറിയോ? ഫറജുലുൻ സക്കറല്ലാഹ ഖാലിയ ഫഫാളത ഐനാ. ഒറ്റക്കിരുന്ന് റഹ്മാനായ റബ്ബിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ, നരകത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ, 6 അടി മണ്ണിലേക്ക് തന്നെ ഇറക്കി വെക്കുന്നത് ആലോചിച്ചപ്പോൾ, അല്ലാഹുവേ എന്നൊരു നെടുവീർപ്പ് വന്നപ്പോൾ അത് പിന്നീട് 2 തുള്ളി കണ്ണീരായിക്കൊണ്ട് പരിണമിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കണ്ണീരിന് പടച്ചോനിട്ട വില നാളെ പരലോകത്തിലെ ആ ഒരു അർശിന്റെ തണലാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുവാൻ ഇത്തരം സന്ദർഭത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. മൂന്നാമത് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചൂട് എവിടെയെന്നറിയോ? നരകത്തിലെ ചൂടാണ് സുഹൃത്തെ, നരകത്തിലെ ചൂടാണ്. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? അള്ളാന്റെ റസൂൽ പറയാ, കൂട്ടരെ, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നാളെ പരലോകത്ത് പടച്ചോൻ കത്തിക്കണ ആ ഒരു തീയുണ്ടല്ലോ, അതിന് 70 ഭാഗമാക്കി എന്ന് കരുതുക. ആ ചൂടിനെ 70 പാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചൂടെന്നാണ്. ഏറ്റവും വലിയ ചൂടെന്നാണ്. ഇത് പറഞ്ഞപ്പോ അള്ളാഹു റസൂലിനോട് സ്വഹാബ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ. അള്ളാഹിന്റെ റസൂലേ, ഈ ദുനിയാവില് ഈ ഒരു തീ തന്നെ പോരെ ഒരു മനുഷ്യനെ ചാമ്പലാക്കാൻ? 2 മിനിറ്റ് മതി, 3 മിനിറ്റ് മതി ചാരമായി വീടുണിയാൻ. ഇത് തന്നെ പോരെ എന്നാണ് ചോദിച്ചത്. മതി. എന്നാലും ആ തീക്ഷ്ണത അനുഭവിക്കാൻ വേണ്ടി അതിനെ വീണ്ടും പിന്നെയും 69 ഇരട്ടി കൂടെ കൂട്ടിയെന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. ലോകത്തിലുള്ള മുഴുവൻ വറകുകൾ കൊണ്ടുവന്ന് നമ്മൾ തീക്കുണ്ടാരം ഉണ്ടാക്കിയെന്ന് കരുതുക. ഏതെങ്കിലും ഒരു പഞ്ചായത്തല്ല, ഒരു ജില്ലയല്ല, ഒരു സംസ്ഥാനമല്ല, ലോകത്തിലുള്ള മുഴുവൻ വറകുകളും കൊണ്ടുവന്ന് നമ്മളൊരു വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയാലും അത് നരകത്തിലെ 70-ൽ ഒരു അംശമേ ആയിട്ടുള്ളൂ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുഹൃത്തേ, അപ്പൊ എത്രയാണ് ആ ചൂട്, എത്രയാണ് ആ ചൂട്? അള്ളാന്റെ റസൂൽ പറയാ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചൂട് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. നരകം പുറത്തേക്ക് തള്ളുന്ന ഒരു നിശ്വാസമുണ്ട്. നരകം ഇങ്ങനെ കത്തി പരസ്പരം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നരകം പടച്ചവനെ ആവരാതി പറഞ്ഞു എന്നുള്ളതാണ്. പടച്ചൊരു ആശ്വാസമാണ് എങ്കിൽ 2 തവണ ഒരു നിശ്വാസം ഒന്ന് പുറത്തു വിടാനുള്ള ഒരു ചാൻസ് കൊടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹർരി. അതാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചൂടെന്നാണ്. ശക്തമായ ചൂടുള്ള സമയത്തും നരകം ഒന്നിങ്ങനെ പുറന്തള്ളും. ഒരു ചെറിയൊരു ഡോസ്, ഒരു ചെറിയൊരു കാറ്റ് അതിങ്ങനെ പുറന്തള്ളുമ്പോഴേക്കുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ശക്തമായ ചൂട് എന്നാണ്. ഒരു കാറ്റാണ് സുഹൃത്തെ, നരകത്തിൽ ഒരു ചെറിയ കാറ്റനാണ് നമ്മൾ ഇങ്ങനെ എട്ടങ്കറാകുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കൊണ്ടുപോയ നരകത്തിലേക്ക് ഇടുന്നൊരു സാഹചര്യം ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു.
നിങ്ങൾ അനുഭവിക്കുന്ന ശക്തമായ തണുപ്പും നരകം പുറത്തേക്കിടുന്ന ചെറിയ ഒരു നിശ്വാസം മാത്രമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ശക്തമായ ചൂടുണ്ടാവുമ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുക? നമ്മൾ വെള്ളം കുടിക്കില്ലേ? സുഹൃത്തെ, നരകത്തിലിട്ട് കരിക്കുന്ന സമയത്ത് അവരും ചോദിക്കുന്നുണ്ട് വെള്ളം, അവിടെയും കൊടുക്കപ്പെടുന്നുണ്ട് വെള്ളം. പക്ഷെ അവിടെ കൊടുക്കുന്ന വെള്ളം തണുപ്പുള്ളതല്ല, ശക്തമായ ചൂടുള്ള വെള്ളമാണ് കൊടുക്കുന്നത്. ആ വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലാഹ് പറയാ, നരകത്തെ സംവിധാനിച്ച റഹ്മാനായ റബ്ബ് പറയാ, ആ വെള്ളം കുടിക്കേണ്ട സമയം അവരുടെ മുഴുവൻ കുടൽമാലകളും പുറത്തേക്ക് ചിന്ന ഭിന്നമായി തെറിച്ചു പോകുമെന്ന് റഹ്മാനായ റബ്ബ് പറയാ. വീണ്ടും മറ്റൊരായത്തിൽ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു, ഉരുക്കിയ ലോഹം പോലെയുള്ളൊരു വെള്ളം അങ്ങോട്ട് കൊടുക്കും. വെള്ളം ചോദിക്കും, ചൂടല്ലേ? ചൂടെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു വെള്ളമല്ലേ? നരകാവകാശികളും ചോദിക്കുന്ന വെള്ളമാണ്, എടുത്തു കൊടുക്കും. പക്ഷേ കൽ മുഹിലി, ഒരു ഉരുക്കിയ ലോഹം പോലെയുള്ള വെള്ളമായിരിക്കും കൊടുക്കുക. എന്താ അതിന്റെ പ്രത്യേകത? അത് കുടിക്കാൻ വേണ്ടി എടുക്കുമ്പോഴേക്കും, ചുണ്ടിന്റെ ഭാഗത്തെ കൊണ്ടുവരുമ്പോഴേക്കും ആ മുഖം മുഴുവനും കരിഞ്ഞ് എരിച്ചു കളയുമെന്നാണ്. മറ്റൊരായത്തിൽ പടച്ചോൻ പറഞ്ഞു, അവന്റെ ചുണ്ട് മുഴുവൻ താഴെ പോയി അവന്റെ പല്ലുകൾ ഇങ്ങനെ കാണുമ്പോൾ അവൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന പോലെ ഉണ്ടാവുന്ന, പല്ലിളിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാകുമെന്ന. നരകത്തിൽ ആരെങ്കിലും ചിരിക്കോ സുഹൃത്തെ? പിന്നെന്താ പറയണത്? ആ ചുണ്ട് നഷ്ടപ്പെട്ടിട്ട് പല്ല് ബാക്കിയതിനെ കുറിച്ചാണ് പറയണത്. ആ വെള്ളമാണ് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചൂടെന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം നിലയ്ക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിൽ എന്താ വരും? ഒരു തണലല്ലേ, ഒരു പൊട്ട് തണൽ, ഒരു കൊടയെങ്കിലും എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. സുഹൃത്തെ, നരകത്തിലെ തണലുണ്ട്. നരകത്തിൽ തണലുണ്ടോ? നരകത്തിൽ തണലുണ്ട്. ഏതാ തണൽ? കരിമ്പുകയുടെ തണല്. തണുപ്പുള്ളതോ സുഖദായകമോ അല്ലാത്ത തണല് കരിമ്പുകയുടെ തണലാണ് കിട്ടുക. കരിമ്പുകയുടെ തണലാണ്. പിന്നെ ചൂടിൽ നമുക്ക് ഒരു ആശ്വാസം കിട്ടുക എന്താ? ഒരു വസ്ത്രമാണ്, അല്ലേ? വസ്ത്രമാണ്. കോട്ടൺ വസ്ത്രമൊക്കെ നമ്മൾ ഉപയോഗിക്കുക സാധാരണ. സുഹൃത്തെ, അവിടെയും നരകാവകാശിക്കും ചില വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹ് പറഞ്ഞ വസ്ത്രം ഏതാണെന്നറിയോ? ടാറ്, ഉരുക്കിയ ടാറ് പോലെയുള്ള വസ്ത്രമാണ് ആ മനുഷ്യർക്ക് കൊടുക്കുക. അവരുടെ മുഖങ്ങളിലേക്ക് അതങ്ങോട്ട് ആടിപ്പടരും, അല്ലേ? ആടിയങ്ങോട്ട് പടരുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. കാരണം എന്താ? ടാറിലേക്കങ്ങോട്ട് തീ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കെടുവോ? വസ്ത്രമായി കൊടുക്കുന്നത് ടാറാണ്. എന്തിനാത്? അവന്റെ എല്ലാ ദേഹത്തിന്റെ ഓരോ ഭാഗത്തും ആ തീനാളങ്ങൾ എത്താൻ വേണ്ടി തന്നെയാണ്. സുഹൃത്തെ, നരകത്തിലെ വസ്ത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെന്താ? നമുക്ക് ചൂടുണ്ടാകുമ്പോൾ നമ്മൾ ആകെ പിന്നെ നോക്ക് കാറ്റിനെ കുറിച്ചാണ്. എവിടെയെങ്കിലും ഒരു ഇറ്റ് കാറ്റുണ്ടോ നോക്ക്. ഫാനിന്റെ ചൂടെയാണ് നമ്മൾ പോയി കിടക്കുക. ശക്തമായ കാറ്റ് എവിടെയാണുള്ളത് അവിടെ പോയിട്ട് നമ്മൾ ഇരിക്കുക. നരകത്തിൽ കാറ്റുണ്ടോ? നരകത്തിൽ കാറ്റുണ്ട്, അവർ കൊതിക്കുന്നുമുണ്ട്. പക്ഷെ റഹ്മാനായ റബ്ബ് നരകത്തിൽ സംവിധാനിച്ച കാറ്റ് എന്താണെന്നറിയോ? തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റ്. തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ്. രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന ശക്തമായ ചുട്ടുതിളക്കുന്ന ജലത്തിലായിരിക്കും അവർ കടത്തപ്പെടുക എന്നതാണ്. സുഹൃത്തുക്കളെ, എത്രയാണ് അവസ്ഥ! അതുകൊണ്ട് ഈ ചൂടിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ഈ ചൂട് എങ്ങനെ കുറക്കാന്നല്ലേ? നമ്മൾ എ സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കടം വാങ്ങിയിട്ടാണ് എ സി സംവിധാനിച്ചത്. കൂളറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്, അല്ലേ? തണലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. വാഹനത്തിൽ എ സി പോരാന്ന് പറഞ്ഞിട്ട് നമ്മളത് മെക്കാനിക്കിന് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ രക്ഷപ്പെടേണ്ടത് ഈ ചൂടെന്ന് മാത്രമല്ല, ശരിക്കുള്ള ചൂടുണ്ട്. ഖബറിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ചൂട്, മഹ്ശറിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ചൂട്, നാളെ പരലോകത്തിന് നരകത്തിലേക്കാണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അനുഭവിക്കേണ്ട ചൂട്. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണോ അത് നമുക്കറിയാം. വർഷങ്ങളായി നാം കേൾക്കുന്ന ഖുതുബകളൊക്കെ ഇതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നാം കേൾക്കുന്ന ദീനി ഉപദേശങ്ങളൊക്കെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എങ്ങനെയെങ്കിലും നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തെ, ഇപ്പോഴാണ് ശരിക്കും നമുക്കിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബന്ധു നിൽക്കുന്ന ഒരു ചൂടെന്ന വിഷയം. അതിങ്ങനെ നമ്മൾ അതിന്റെ എല്ലാ തീക്ഷ്ണ ഭാവങ്ങളും അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, ഇത് റബ്ബ്
എന്നെ നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി തന്ന ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് ആണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഗുണപാഠങ്ങൾ സ്വീകരിച്ച് ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ആ നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ക്രമീകരണം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറുഹു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ചൂട് കഠിനമാകുന്ന സമയത്ത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിലൊന്ന്, ചൂടിന് ഒരു വിശ്വാസി ഒരിക്കലും പഴിക്കാൻ പാടില്ല എന്നതാണ്. ചൂടിനെ നമ്മൾ ഒരു നാശം പിടിച്ചൊരു ചൂട് അല്ലെ, അങ്ങനെയൊക്കെ ഓരോ നാടിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഈ പ്രാഗി പറയുന്ന ശാപവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ചൂടിനെയോ തണുപ്പിനൊന്നും പറയാൻ പാടില്ല എന്നതാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ചൂടിനെ നമ്മൾ പറയുന്ന തണുപ്പിനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് റഹ്മാനായ റബ്ബിനെ ചീത്ത വിളിക്കുന്ന തുല്യമാണെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. തസുബ്ബുദ്ദഹറ, നിങ്ങൾ ഒരിക്കലും കാലത്തെ പഴിക്കരുത്. അത് ഏത് കാലം, മഴക്കാലമാകാം. ചിലപ്പോൾ നമ്മളിങ്ങനെ എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്തേക്ക് മഴ പെയ്യാം, നമ്മൾ പ്ലാനുകൾ മുഴുവൻ തെറ്റിക്കുന്ന രൂപത്തിലേക്ക് പലതും വരിക. ഒരിക്കലും പാടില്ല എന്നതാണ്. അതുകൊണ്ട് ലാ തസുബ്ബുദ്ദഹറ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്. കാരണം കാരണം കാലം എന്നത് അള്ളാഹുവാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനത്തെ നമ്മൾ പഴിച്ച് പറയുന്നതിന് തുല്യമാണ് എന്നൊരു ഗൗരവം അതിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് പടച്ചോനെ ഞാനെങ്ങാനും കുടുങ്ങിപ്പോകോ, ഞാനെങ്ങാനും അതിൽ പെട്ടുപോകോ എന്നൊരു ആദിയില്ലേ, ഇല്ലെങ്കിൽ ഉണ്ടാകണം. സുഹൃത്തുക്കളെ, രക്ഷപ്പെടണ്ടേ, നമുക്ക് രക്ഷപ്പെടണം. അതിനെന്താ നമ്മൾ ചെയ്യുക? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസിക്ക് എപ്പോഴുമുള്ള ആയുധം പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. വിശ്വാസികളാണോ? വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയാ, വല്ലദീന യഖൂലൂൻ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. എങ്ങനെ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. അവരെങ്ങനെ പ്രാർത്ഥിക്കുന്നു? എന്താ? പടച്ചോനെ, എന്നെ ഈ നരകത്തിൽ നിന്നും നീ കരകയറ്റണേ, എന്നെ അതിൽ നിന്നും നീ അകറ്റണേ, ആ നരക ശിക്ഷ നീ എന്നെ അകറ്റണേ എന്നാണ്. കാരണം അതിന്റെ ശിക്ഷ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്യന്തം മോശമാണ്, അപകടമാണ്, പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. എത്രയോ പ്രാർത്ഥനകൾ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ, എല്ലാ ഖൈറും ദുനിയാവിലും പരലോകത്തിലും ഖൈർ നീ എനിക്ക് നൽകണേ. അത് പ്രത്യേകം പ്രാർത്ഥിക്കാണ്. പരലോകത്തിലെ ഖൈർ എന്ന് പറഞ്ഞാൽ തന്നെ അത് വന്നു, പക്ഷെ വീണ്ടും പ്രാർത്ഥിക്കണം, വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകത്തിൽ കാക്കണേ. സുഹൃത്തുക്കളെ, അറിയാത്ത പ്രാർത്ഥനയാണോ ഇത്? പക്ഷേ ഇതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഭൗതിക കാരണങ്ങൾ പറഞ്ഞ് പരസ്പരം പഴി പറയുക എന്നതിനപ്പുറത്ത് ഇതൊക്കെ നമ്മുടെ പരലോകത്തേക്ക് തട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ചില സൂചനകളാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥനയുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 തവണ ചോദിക്കണം. ഒരു ദിവസം ഒരാൾ 3 തവണ സ്വർഗവും നരകവും ചോദിച്ചാൽ കിട്ടുമെന്നാണ്. മൻ സഅലൽ ജന്നത സലാസ മർറാത്ത് ഖാലത്തിൽ ജന്ന. ആരെങ്കിലും ഒരു ദിവസം 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം നാളെ അവനക്ക് വേണ്ടി പറയുമെന്നാണ്. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ആ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണേ. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വമൻ ഇസ്തജാറ മിനൻ നാരി സലാസ മർറാത്ത്. ഇനി ആരാണോ അതിശക്തമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷ ചോദിക്കുന്നത് 3 തവണ, ഖാലത്തിൻ നാറു, നരകം പറയുമത്രേ, അല്ലാഹുമ്മ അജ്ർഹു മിനൻ നാർ, അല്ലാഹുവേ ഇന്നാൽ ഇന്ന വ്യക്തിയെ നീ നരകത്തിൽ നിന്നും അകറ്റണേ. ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. 3 തവണ ചോദിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരു പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഫിഇൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗ്ഗത്തെ ചോദിക്കുന്നു, ആ സ്വർഗ്ഗത്തിലേക്ക് എന്നെ എത്തിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ ചോദിക്കുന്നു. കാരണം കർമ്മങ്ങൾ ചെയ്തിട്ടാണല്ലോ സ്വർഗ്ഗത്തേക്ക് എത്തുക. പിന്നെ അതിന്റെ ബാക്കി എന്താണെന്നറിയോ? വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഫിഇൽ. അല്ലെങ്കിൽ അമൽ, അല്ലാഹുവേ ഞാൻ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, ആ നരകത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും മുഴുവൻ വാക്കുകളിൽ നിന്നും പടച്ചോനെ ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് ജീവിക്കാൻ പറ്റുക? അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ മഹത്വം ശരിക്കും ബോധ്യപ്പെടുന്ന ഒരു സമയമാണിത്. പലപ്പോഴും കിണറുകളെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്.
പല പ്രയാസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഹദീസാണ്. അള്ളാഹു റസൂൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു സ്വദഖത്തി അഫ്ദൽ, സ്വദഖകളിലെ അഫ്ദലായ ഒരു സ്വദഖയെ കുറിച്ച് പറഞ്ഞു തരണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എന്താണെന്നറിയോ? സഖിയുൽ മാ, നീ വെള്ളം കുടിപ്പിക്കലാണ് എന്താ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ മറ്റു അയൽപക്കത്തൊക്കെയുള്ള കിണറൊക്കെ പറ്റി നമ്മുടെ വീട്ടിലെ കിണറ്റിൽ വെള്ളമുണ്ടോ, അത് പിടിച്ചു വെക്കാൻ നമുക്ക് ലൈസൻസ് ഇല്ല എന്നാ, അതെടുത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ വഴി ആളുകൾക്ക് വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നാം നിർവഹിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നാം നിർവഹിക്കുന്ന ഏറ്റവും വലിയ സ്വതക്കത് തന്നെയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന പക്ഷികൾ പോലെയുള്ള ജീവികളുണ്ട്. അവർക്കൊക്കെ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും ഒരു സൗകര്യമൊക്കെ ഏർപ്പെടുത്താൻ പറ്റും. ഇത് മനുഷ്യർക്ക് മാത്രമുള്ള കാര്യമല്ല, ജീവികൾക്കൊക്കെയും. പച്ചക്കരളുള്ള എന്തിനും ഗുണം ചെയ്യുന്ന നന്മയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത അവിടേക്കൊക്കെ എത്തണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, വേനൽക്കാലമാണ്, ശരിയാണ്. പക്ഷെ വേനൽക്കാലത്ത് നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിന്റെ ഇടയ്ക്കൊരു മഴ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ വർഷം അത് ലഭിക്കാതെ പോയിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വഴി വിശദീകരിക്കും. ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നല്ല മഴയ്ക്ക് വേണ്ടി പടച്ചോനെ, ഏറ്റവും നല്ല മഴയെ ഞങ്ങൾക്ക് നീ നൽകണേ. അത് വ്യക്തിപരമായി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കൂട്ടമായി കൊണ്ട് പ്രാർത്ഥിക്കാം, നേതൃത്വം നൽകി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും മഴ ലഭിച്ചില്ലല്ലോ എന്നിങ്ങനെ പ്രശ്നം പറയുന്ന അപ്പുറത്ത് ലഭിക്കാൻ ആവശ്യമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ജീവിക്കണ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളുടെ കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയുവാനുള്ളത്, നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകാനുള്ളൊരു ഘട്ടം എന്നുള്ളത് ടീനേജ് പ്രായമാണ്. ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയാണ് പലപ്പോഴും പല മാഫിയകളും അവരുടെ പല കാര്യങ്ങൾക്കും ഒരു ചട്ടകങ്ങളായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഒരു നേരിയ ശ്രദ്ധയില്ലെങ്കിൽ വലിയ ചതിക്കുള്ളിൽ നമ്മുടെ മക്കൾ പോയി പതിക്കും. എന്നേക്കുമായിക്കൊണ്ട മക്കൾ നമ്മളിൽ നിന്നും ഇല്ലാതെയാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ജീവിക്കുന്ന ഒട്ടനേകം ഉദാഹരണങ്ങൾ നമ്മൾ അറിയുന്നവരാണ്. ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സിലെ വലിയൊരു ആദിയും വ്യാധിയും വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്താണ് പരിഹാരം? അവർക്കൊരു നല്ലൊരു കാഴ്ചപ്പാട് കൊടുക്കുക എന്ന് തന്നെയാണ്. നമ്മളെ കൊണ്ട് അവരെ നേർവഴി നടത്തുവാനും എന്താണ് ശരി എന്താണ് തെറ്റെന്ന് കൃത്യമായ ധാരണ കൊടുക്കാനുള്ള നിരന്തരമായ പദ്ധതികളുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ, അതൊക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാ ആഴ്ചയും നടക്കുന്ന CRE വലിയൊരു പരിഹാരം തന്നെയാണ്. അതിന് ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന മാതാപിതാക്കൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ വേനൽക്കാലവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ കുട്ടികളൊക്കെ ഒന്ന് ഒഴിഞ്ഞിരിക്കുന്ന സമയം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും അവർക്ക് എക്സാമുകളെല്ലാം കഴിഞ്ഞ് മറ്റു ഇതര ഷെഡ്യൂളുകൾക്കൊക്കെ പോകുന്നതിനിടയിൽ അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ ഒരു വെക്കേഷൻ 1-2 ദിവസം ഉപയോഗപ്പെടുത്തി നമ്മൾ അവർക്ക് കുറച്ചുകൂടെ കാഴ്ചപ്പാടുകൾ നൽകുവാനും അവർക്ക് വിലപ്പെട്ട കനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി സമ്മറൈസ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. വരുന്ന ബുധനും വ്യാഴവും അഥവാ മെയ് 8-9 തീയതികളിൽ ആലത്തൂരിലെ ആലിയ മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ ഉള്ള സമയത്താണ് നടക്കുക. ഇൻഷാ നമ്മുടെ മക്കളെ അവിടെ എത്തിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളൊക്കെ നടത്തിയതാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകുവാൻ ആ കൊച്ചു സംരംഭത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ചേർന്നിരിക്കുകയുമാണ്. ഇൻഷാ അല്ലാഹ് അതിന് നടത്തിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു കളക്ഷൻ ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കളക്ഷൻ പള്ളിക്ക് പുറത്തുള്ളത് നമ്മൾ അതിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സഹകരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, ഒട്ടനേകം സുഹൃത്തുക്കൾ പ്രാർത്ഥന വസിയത്തുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇന്ന് ഒരു സഹോദരൻ വിളിച്ചത് എന്താണെന്നറിയോ? മഞ്ചേരിയിലുള്ളൊരു നമ്മുടെ ആദർശ രംഗത്തെ സജീവമായി ദഅ്വാ രംഗത്തും പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുന്നൊരു സുഹൃത്താണ്. അദ്ദേഹം വിളിച്ചു, അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. സ്ട്രോക്ക് വന്നതിലല്ല വിഷയം, പക്ഷെ സ്ട്രോക്ക് വന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്യാനുള്ള ക്യാഷും കയ്യിലുണ്ട്. പക്ഷെ അതൊന്ന് മാറ്റാൻ ഇപ്പോൾ അവിടെ ആ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. നടത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ വലിയ വില കൊടുക്കേണ്ടി വരുന്ന മറ്റൊരു സ്റ്റേജിലേക്ക് ഒരു പക്ഷെ അത് പോകാൻ ചാൻസ് ഉണ്ട് എന്നതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഒരു 3 ആഴ്ചയോളം മരുന്ന് കുടിച്ച് നോക്കാനും പിന്നെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥനകളെ കൊണ്ട് പരിഹാരമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ വിളിച്ചത് എന്തിനാണ്? ഒരു 10-500 ആളുകളുടെ പ്രാർത്ഥന കിട്ടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് അദ്ദേഹത്തിനാണ് ആ പ്രശ്നമെങ്കിൽ
നാളെ നമുക്ക് വരില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല മാരകമായി ഇത്തരം പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമ്മെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സുഹൃത്തിന് ഒരു അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ് റഹ്മാനായ റബ്ബ് നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് പരിപൂർണമായ ആരോഗ്യത്തോടു കൂടെ ജീവിതത്തിലേക്കും അതേപോലെ ദഅവ രംഗത്തുമൊക്കെ മരിക്കുവോളം സജീവമായി കൂടെ നിലനിൽക്കുവാനുള്ള വലിയ തൗഫീഖ് അദ്ദേഹത്തിന് റബ്ബ് തിരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലാവിധ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനേ. ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനേ. രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, സഹോദരിമാർ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ഏറ്റവും ഉപകാരദായകമായ മഴയെ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണമേ റഹ്മാനേ. അല്ലാഹു ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.